ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു ദിവസം ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ രൂപം. രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ടൊരു മന്ദതയാണ്, മൊത്തത്തിലൊരു ആലോചനയും കാര്യമൊക്കെ ആയിട്ട്. പിന്നെ പുറത്തു പോയിട്ട് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ദേ ആ കാണുന്ന മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അന്ന് മഴ പെയ്യുമോ അതോ വെയിലായിരിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മഴ പെയ്യും, എന്നാൽ അത് കഴിഞ്ഞാൽ വെയിലുണ്ടാവുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേഗം പോയി വാഷിംഗ് മെഷീൻ ഓണാക്കി. പിന്നെ ഇവിടുത്തെ പ്രകൃതിയും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. മഴ പെയ്യും, പിന്നെ അപ്പം തന്നെ വെയിലും വരും, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ്. അതുകൊണ്ട് തന്നെ കടലൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു. ലഞ്ചൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നെ അതെല്ലാം റുട്ടീൻ്റെ ഭാഗം തന്നെയായി മാറി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഒരു ഗ്രീൻ ടീ കഴിച്ചു കേട്ടോ. പണ്ട് ചപ്പാത്തിക്കൊക്കെ മാത്രമാണ് ഈ കടലക്കറി കഴിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ അത് ചോറിൻ്റെയും കൂടെ ഭാഗമായി മാറി. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും ഒരു ദാലൈറ്റം ഉണ്ടാവും. അങ്ങനെ അതിലിടാൻ നമ്മുടെ കറിവേപ്പില തന്നെ പറിച്ചെടുത്തു. മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ചു. ഇതെല്ലാം സ്ഥിരം കലാപരിപാടികളാണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ നാട്ടിൽ പോയാലും നമ്മൾ ശീലിച്ച് വന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കാനും പറ്റില്ലല്ലോ. അതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളല്ലാണ്ടായി മാറുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെയാട്ടോ ഉണ്ടാക്കി വയ്ക്കുക. രാവിലെ 7 മണിക്ക് പോകണം രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ സെറ്റാവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരുവിധം സെറ്റായി നിൽക്കുമ്പോഴത്തേക്കും ഋഷിക്ക് പോകാനുള്ള ടൈമായി. അപ്പോഴേക്കും പുറത്ത് അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋഷീനെ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തണം. അവിടെ നിന്നാണ് അവന് ഉള്ള വണ്ടി വരിക. ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാനായിട്ട് കുറേ ഡോഗ്സും പിന്നെ കുറേ പശുക്കളും എല്ലാവരും ഉണ്ടാവും. ഇവരൊക്കെ സ്ഥിരം ഞങ്ങളുടെ കമ്പനിക്കാരായി മാറി. ഇങ്ങനെ നിന്ന് ഋഷീനെ വണ്ടി കയറ്റി വിട്ട ശേഷം ഞാൻ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. നമ്മുടെ സെയിം ഐറ്റം തന്നെയാണ്. പൊട്ടറ്റോ ഒരു ഫ്രൈയും പിന്നെ ഒരു എഗ് കറിയും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയതേ ഉള്ളൂ. 10:30 ഒക്കെ ആകുമ്പം ഈ ഒരു ലഞ്ച് എടുത്തുകൊണ്ട് പോകാൻ ആൾ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. സാധാരണ ഞാൻ വീട്ടിലാവുമ്പോൾ എനിക്ക് ഈ കടലക്കറിയൊന്നും രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ദിവസം ചെറുപയർ കറിയോ അങ്ങനെയുള്ള ദാൽ ഐറ്റംസാണ് കൂടുതലും നമുക്കിവിടെ അവൈലബിളും കഴിക്കാനും എല്ലാവരും അത് തന്നെ കഴിക്കുക. അങ്ങനെ എനിക്കും അതൊക്കെ തന്നെ ശീലമായി. ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായി. ഇവിടെയൊക്കെ സ്കൂൾ 7:30 തുടങ്ങുന്നതുകൊണ്ട് തന്നെ 1:30 ആകുമ്പോഴത്തേക്ക് കഴിയും. അപ്പോഴേക്ക് നമ്മുടെ വെയിലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഞ്ഞും മഴയും ഒക്കെ പോയി നല്ല വെയിലായി. അങ്ങനെ ഋഷീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും റോഡ് സൈഡിൽ പോയി നിന്നു. ഋഷീനെ 1:30 വിടുമെങ്കിലും അവനിവിടെ എത്തുമ്പോൾ 2 മണിയൊക്കെ ആവും കേട്ടോ. രാവിലെ മഴയത്ത് പോയ ആളാണ് ഇപ്പം വെയിലത്ത് തിരിച്ചു വരുന്നത്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡെല്ലാം കഴിക്കും. ഫുഡ് കഴിക്കുന്ന വീഡിയോ എപ്പോഴും എന്നോട് എടുക്കാൻ മറന്നു. ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടാവുമെങ്കിലും പക്ഷെ കഴിക്കണ വീഡിയോ എനിക്കത് പെട്ടെന്ന് മറന്നുപോയി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഋഷീനെ ഉറക്കും. ഉറങ്ങി കഴിയുന്ന സമയത്താണ് ഞാൻ കുറച്ച് ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് വീഡിയോ പിടുത്തം എല്ലാം ആ ടൈമിലാണ്. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പം കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ വീണ്ടും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ ഡേ.